ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പം ഒരു ലൈറ്റിന്റെ സ്പെക്ട്രത്തിൽ ഉണ്ടാകുന്ന സ്പ്ലിറ്റിംഗ് ഒരു മാഗ്നെറ്റോ ഒപ്റ്റിക്കൽ ഫിനോമിന അതായിരുന്നു സീമൻ എഫക്റ്റ്. സീമാൻ എഫക്റ്റ് ഈ സീമൻ എഫക്റ്റിനെ കുറിച്ച് ആദ്യമായി എക്സ്പ്ലെയിൻ ചെയ്തത്, ഇതിങ്ങനെ നടക്കുന്നതിൻ്റെ ഒരു കാരണവും മറ്റും എക്സ്പ്ലെയിൻ ചെയ്തത് ലോറൻസ് ആയിരുന്നു. ലോറൻസ്, സയന്റിസ്റ്റ് ലോറൻസ്. സോ ലോറൻസ് ക്ലാസിക്കൽ തിയറി ഓഫ് നോർമൽ സീമൻ എഫക്റ്റ്. ലോറൻസ് classical theory of normal Seeman effect. ഇതിൽ പറയുന്നത് ഇതാണ്, ഒരു വൈബ്രേഷണൽ മോഷൻ ഓഫ് ദ ഇലക്ട്രോൺ. അതായത് നമ്മൾ ഇതുവരെയും പറയുന്നു, ഈ ഇലക്ട്രോൺ ഒരു ഓർബിറ്റിലൂടെ കറങ്ങുവാണ്. ആ ഇലക്ട്രോൺ ഓർബിറ്റിലൂടെ കറങ്ങി കഴിയുമ്പോൾ ഒരു റൊട്ടേഷണൽ മോഷൻ അല്ലെങ്കിൽ ഒരു ലീനിയർ അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി അതിനുണ്ട്. ഇനി ഈ ഈ ഇലക്ട്രോൺ ഓർബിറ്റിലൂടെ കറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്പെക്ട്രം തരണമെന്നില്ല. വെൻ വി അപ്ലൈ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, പുറത്തുനിന്നൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ ലൈറ്റ് സോഴ്സ് എന്നാ ചെയ്യും? ഒരു സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ രണ്ട് സ്പെക്ട്രം തരും. കാരണം ഇതാണ്, by the application of this external magnetic force, the electrons start to vibrate. ഇലക്ട്രോണിന് ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ആൻഡ് this vibration is similar to as a simple harmonic motion. അതായത് this vibration of the electron is a simple harmonic motion പോലെ ഇക്വലന്റ് ആയിരിക്കും. ഹാർമോണിക് മോഷൻ. അതായത് ഇപ്പൊ ഇലക്ട്രോൺ ഇതാണ് അതിന്റെ മെയിൻ പൊസിഷൻ എങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകും, തിരിച്ചിങ്ങോട്ട് പോകും. ഇങ്ങനെ ഒരു വൈബ്രേഷൻ ആയിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു എനർജി പുറത്തു തരും. സോ the frequency of vibration, the frequency of this vibration of the electron, ഈ ഇലക്ട്രോൺ വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ആണ്, that is same as the frequency of the emitted spectra. അപ്പം നമുക്ക് ശരിക്കും പറയാം, ഒരു ഫ്രീക്വൻസിനെ റിലേറ്റ് ചെയ്ത് തന്നെ എന്നാണല്ലോ വേവ് ലെങ്ത് ഇരിക്കുന്നത്, C = ന്യൂ ലാംഡ. അപ്പം ഒരു ഫ്രീക്വൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് വേവ് ലെങ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന കേസൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഫ്രീക്വൻസി ഉണ്ടാകുന്നതെന്ന് ചോദിക്കുന്നതാണ് നമ്മളുടെ കാര്യം. When we apply an external magnetic field, this electron is start to vibrate, and the vibration is similar as a simple harmonic oscillation. And due to simple harmonic oscillation or the vibration, this vibration has a particular frequency. And the electron emit the radiation as the frequency same as the frequency of vibration of the electron. ഇവിടെ ഇലക്ട്രോണിന്റെ വൈബ്രേഷന്റെ ഫ്രീക്വൻസിയും എമിറ്റ് ചെയ്യപ്പെടുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസിയും സെയിം ആയിരിക്കും. ഇതാണ് ലോറൻസ് പറഞ്ഞത്. ഈ സീമൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടി, അല്ലെ നോർമൽ സീമൻ എഫക്റ്റ് കിട്ടാനുള്ള കാരണം മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോഴുള്ള ഈ ഇലക്ട്രോണിന്റെ വൈബ്രേഷൻ ആണെന്ന് ലോറൻസ് പറഞ്ഞു.
That is the Lorentz classical theory of normal Zeeman effect. ഇനി രണ്ട് രീതിയിലും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നമ്മൾ ലോഞ്ഞിറ്റ്യൂഡിനലി നോക്കിയല്ലോ അല്ലേ? ഇവിടെ രണ്ട് മാഗ്നറ്റ് ഇരുന്നപ്പം ഇവിടെ ലോഞ്ഞിറ്റ്യൂഡിനലി നോക്കിയായിരുന്നു, താഴേന്ന് മുകളിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നോക്കിയായിരുന്നു. അപ്പൊ രണ്ട് കേസിലും ഉണ്ടാകുന്നതിന്റെ കാരണം ലോറൻസ് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്? ദ ലീനിയർ മോഷൻ, ഇലക്ട്രോണിന്റെ ലീനിയർ മോഷൻ എടുക്കുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് ഓർബിറ്റൽ മോഷൻ, വൈബ്രേഷൻ ഒന്നുമല്ല, ഓർബിറ്റൽ മോഷൻ എടുക്കുകയാണെങ്കിൽ, in the direction of magnetic field, it has three components. ഒരെണ്ണം എന്ന് പറയുന്നത് ലീനിയർ മോഷൻ എന്ന് പറയുന്നത്, ഈ ലീനിയർ മോഷൻ സെയിം ആസ് ഓർ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കമ്പോണന്റ് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. പക്ഷെ രണ്ട് കമ്പോണന്റ്, ടു കമ്പോണൻസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. സോ ലീനിയർ ആയിട്ട് ഒരു ഓർബിറ്റൽ മോഷൻ ഉണ്ട്. ഇനി നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പം വൺ കമ്പോണന്റ്, മൂന്ന് കമ്പോണന്റ് ആയിട്ട് അതിന്റെ മോഷൻ സ്പ്ലിറ്റ് ചെയ്യും. അതിലൊരു കമ്പോണന്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിരിക്കും, രണ്ട് കമ്പോണന്റ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി ഇപ്പൊ നമ്മള് സെക്കൻഡ് കേസിൽ പെർപെൻഡിക്കുലർ വ്യൂ ചെയ്തപ്പം പറഞ്ഞു ഒരെണ്ണത്തിന് വ്യത്യാസമൊന്നുമില്ലെന്ന്. അത് ഈ കമ്പോണന്റ്. ദ പാരലൽ കമ്പോണന്റ് ഹാസ് does not affect the frequency. or wavelength എന്നും പറയാം. അതായത് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ തന്നെയാണ് ഇലക്ട്രോണിന്റെ മോഷൻ എങ്കിൽ there is no change in the frequency. But if the direction of magnetic field is perpendicular to the direction of motion of electron, അങ്ങനെയാണെങ്കിൽ this component, the two component affect the frequency. അപ്പം സീമൻ എഫക്റ്റിൽ ആദ്യം പറഞ്ഞു ഇലക്ട്രോൺ ഒരു വൈബ്രേഷൻ ഉണ്ട് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ. ഇങ്ങനെ നോക്കുക, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു, അതൊരു സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ പോലെയാണ് അതിന്റെ വൈബ്രേഷൻ. വൈബ്രേഷന്റെ ഫ്രീക്വൻസി ആണ് നമുക്ക് കിട്ടുന്ന എമിറ്റ് ചെയ്യുന്ന സ്പെക്ട്രത്തിന്റെ ഫ്രീക്വൻസി. ഇനി പറയാണ് ഈ മോഷൻ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോഴുള്ള ഇലക്ട്രോണിന്റെ മോഷന് മൂന്ന് കമ്പോണന്റ് ഉണ്ട്. ഒന്ന് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനുള്ള കമ്പോണന്റ്. ആ കേസിൽ ഫ്രീക്വൻസിക്കോ ലാംഡായ്ക്കോ വ്യത്യാസമൊന്നും വരികയില്ല. ഇന്നലെ പഠിച്ചതിനകത്ത് രണ്ടാമത്തെ ഫിഗറിൽ നടുക്കുള്ളത്, ആദ്യ സ്പെക്ട്രം എവിടെ നിന്നോ അവിടെ തന്നെ കിട്ടും. രണ്ടാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് മൂന്ന് അപ്പുറം ഇപ്പുറം വന്ന ലൈൻ എന്ന് പറയുന്നത്, അത് ഇലക്ട്രോണിന്റെ മോഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അങ്ങനെ വരുമ്പം ലാംഡായ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാകും. ഡെൽറ്റ ലാംഡ വ്യത്യാസത്തിൽ അവിടെ ഒരു സീമൻ ഷിഫ്റ്റ് നടക്കും. ഇതാണ് ബേസിക് തിങ്സ് ഓർ ദ ക്ലാസിക്കൽ തിയറി ഓർ ലോറൻസ് ക്ലാസിക്കൽ തിയറി ഓഫ്
നോർമൽ സീമൻ എഫക്റ്റ്. ഈ എക്സ്പ്രഷൻ ഫോർ സീമൻ ഷിഫ്റ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. സീമൻ എഫക്റ്റിൽ 3 സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടായി കഴിയുമ്പം ആദ്യം ഉണ്ടായിരുന്ന ലൈൻ അവിടെ തന്നെ നിൽക്കും. അതിനപ്പുറേ ഇപ്പുറേ ഓരോ പുതിയ സ്പെക്ട്രൽ ലൈൻസ് മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തപ്പോൾ സ്പ്ലിറ്റ് ചെയ്തുണ്ടായി. നമ്മൾ പറഞ്ഞു സെൻട്രൽ നിന്ന് ഇത് രണ്ടിലേക്കുള്ള അകലം സെയിം ആണെന്ന് പറഞ്ഞു. ഈ വാല്യൂ സെയിം ആണെന്ന് പറഞ്ഞു. ഈ വാല്യൂ എത്രയാന്ന് കണ്ടുപിടിക്കണം മാത്തമാറ്റിക്കലി, അല്ലെങ്കിൽ ആ വാല്യൂ എത്രയാന്ന്. ഇതിപ്പോ നമുക്ക് ഡെൽറ്റ ലാംഡയിലുള്ള വ്യത്യാസം നമ്മൾ ചെയ്തെടുക്കുന്ന സ്മോൾ ഡെൽറ്റയാണ്. ഡെൽറ്റ ലാംഡ എത്രയാണ്? ഇവിടുത്തെ ഡെൽറ്റ ലാംഡ തന്നെയായിരിക്കും ഇത്. അതെത്രയാന്ന് കണ്ടുപിടിച്ചെടുക്കും. സോ ദ എക്സ്പ്രഷൻ ഫോർ സീമൻ ഷിഫ്റ്റ് അത് let consider the orbital motion of the electron. ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് എ സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാവോ? r റേഡിയസ് ആണെങ്കിൽ let consider this electron revolving around the nucleus in a circular path, and m is the mass of the electron, r is the radius of this circular path, and v is the component of velocity. V is the component of velocity. Then the centripetal force F is equal to mv square by r. നമുക്കറിയാം ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് ആംഗുലർ വെലോസിറ്റി r ഒമേഗയാണ്. വിക്ക് പകരം r ഒമേഗ എന്ന് കൊടുത്താൽ m ഇൻറ്റു r ഒമേഗ ഹോൾ സ്ക്വയർ ബൈ r. ദാറ്റ് ഈസ് ഈക്വൽ ടു m r സ്ക്വയർ ഒമേഗ സ്ക്വയർ ബൈ r. ഓരോ r ക്യാൻസൽ ചെയ്യും. m ഒമേഗ സ്ക്വയർ r അല്ലേ? വാല്യൂ എത്ര കിട്ടും? m ഒമേഗ സ്ക്വയർ r. That is equation number 1. And the centripetal force, and an electron revolving around the nucleus, r radius ആണെങ്കിൽ centripetal force F is equal to m omega square r. Now consider this rotational motion of the electron. അപ്പം ഇപ്പോൾ ഒരു ഇലക്ട്രോൺ റൊട്ടേഷണൽ മോഷനിൽ ഏർപ്പെടുവാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ പറയാം. ഒന്നെങ്കിൽ അതിന് ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിന് ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. കൺസിഡർ ദ 2 കേസ്. ഇനി ഫിഗർ ഒക്കെ വരയ്ക്കേണ്ട കേട്ടോ ഇതിനകത്ത്. അടുത്ത കേസ് പറയാണ്. സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ്. ഇതാണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ബിയുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, ഇവിടെയും ബിയുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ആൻഡ് ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് അഡീഷണൽ ഫോഴ്സ്. ഇപ്പം നമ്മൾ പറഞ്ഞ സെൻട്രിപെറ്റൽ ഫോഴ്സ് അല്ലാതെ ഒരു ഇലക്ട്രോണിന്റെ റൊട്ടേഷണൽ മോഷൻ മൂലം ഒരു ഫോഴ്സ് ഉണ്ടാകുന്നത് നോക്കുക, എഫ്. ഇതിന് ഞാൻ 1 എഴുതി ഈ ഫോഴ്സിനെ.
ഇനി ഞാൻ രണ്ടാമത് വേറൊരു ക്യാപിറ്റൽ എഫ്, അതിനെ റൊട്ടേഷണൽ ഫോഴ്സ് എന്ന് എഴുതി. ഇനി ഞാനിവിടെ ഒരു ടേം പറയാൻ പോവാണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിലെ ഫോഴ്സ് നമ്മൾ ലോറൻസ് ഫോഴ്സ് എഴുതുമ്പോൾ QE + Q × V × B, അങ്ങനെ ഓർക്കുന്നുണ്ടോ? F = Q ഇലക്ട്രിക് ഫീൽഡ് + Q × V × B. മാഗ്നറ്റിക് ഫീൽഡ് മാത്രമാണെങ്കിൽ F = Q × V × B എന്ന് എഴുതും. പെർപെൻഡിക്കുലർ കമ്പൗണ്ട് ആണ് sin 90, that is = 1 F = QVB എന്ന് വരും. ഇവിടെ ഇലക്ട്രോൺ ആണ് കറങ്ങുന്നത്, സോ EVB എന്ന് എഴുതും, അല്ലെങ്കിൽ BEV. ചുമ്മാ B ആദ്യം എഴുതിയെന്നുള്ളൂ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. സോ ഒരു ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി അല്ലെ, ആദ്യം ക്ലോക്ക് വൈസ് എഴുതാം, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ഈ പറയുന്ന BEV എന്ന് പറയുന്ന ഫോഴ്സ് ഔട്ട്വേർഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് BEV is in outward direction. And if it rotate in anti-clockwise direction, ഇങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ BEVയുടെ ഡയറക്ഷൻ അകത്തേക്കായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതാണ് B. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, അകത്തേക്കായിരിക്കും. ഇവിടെയാണ് നമ്മുടെ ഇലക്ട്രോൺ ഇരിക്കുന്നതെങ്കിൽ. അപ്പം ക്ലോക്ക് വൈസിലാണെങ്കിൽ, പുറത്തേക്കാണെങ്കിൽ നമ്മളിപ്പോൾ എഴുതിയ എഫിന്റെ ഇക്വേഷൻ F - BEV എന്നാവും. ഇവിടെ അതും കൂടെ അഡീഷണൽ ആകും, F + BEV. അപ്പൊ നോക്കിയേ, ഈ രണ്ട് ഫോഴ്സ് ആണ് ഇൻവേർഡ് ഡയറക്ഷനിൽ കിട്ടുന്നത്. അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മൂലവും ഈ റൊട്ടേഷൻ മൂലവുമുള്ള ഫോഴ്സ് ആണ് F - BEV. മൈനസ് വരുന്നത് എന്തുകൊണ്ടാണ്? ആ ഫോഴ്സ് പുറത്തേക്ക് ആക്ട് ചെയ്യുക. അകത്തേക്കാണെങ്കിൽ അതിനെ ആഡ് ചെയ്തെടുക്കുക. സോ F + BEV. ഈ അഡീഷണൽ ഫോഴ്സ് ഞാൻ F എന്നാ പറഞ്ഞുള്ളൂ, അത് എന്നാന്ന് പറഞ്ഞില്ലല്ലേ. ഈ അഡീഷണൽ ഫോഴ്സ് F ഈസ് ഡ്യൂ ടു ദ ലാർമർ പ്രിസിഷൻ ഫ്രീക്വൻസി, അല്ലെങ്കിൽ ലാർമർ പ്രിസിഷൻ മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അറിയാവോ, ഇങ്ങനെ ഒരു സെൻറ്റർ എടുത്തു കഴിഞ്ഞാൽ ആ സെൻറ്ററിൽ വിത്ത് റെസ്പെക്ട് ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഈ ഓർബിറ്റ് ഇങ്ങനെ കറങ്ങുന്നത് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പൊ ആ ലാർമർ പ്രിസിഷൻ, ഈ ലാർമർ പ്രിസിഷൻ ഇവിടെ ഒരു ഒറിജിൻ ആയിട്ട് എടുത്തേച്ച്, ഇതാണ് നമ്മുടെ ഓർബിറ്റ് എങ്കിൽ താഴത്തേക്ക് ഒരു പർട്ടിക്കുലർ ആംഗിൾ ഫൈയോ ആ ഒരു ആംഗിളാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ലാർമർ പൊസിഷൻ ഫോഴ്സ് F. അതേ -BEV ആണ് if it is rotating in clockwise direction. If it is rotating in anti-clockwise direction, that will become F + BEV. നമുക്ക് ആദ്യം ഒരു എഫിന്റെ ഇക്വേഷൻ കിട്ടി, F = mω²R. ഓക്കെ, ഇനി പറയുവാണ്, ഇനി എളുപ്പമാണ്, ഇക്വേറ്റ് ചെയ്തെടുത്താൽ മതി. അല്ല, ഇവിടം വരെ എഴുതാവോ? Where F is the capital F. F is the additional radial force. Additional radial force due to the Larmor precession. അപ്പം EF എന്ന് പറയുന്നത് ലാർമർ പൊസിഷന്റെ എനർജി അല്ല ഫോഴ്സ്, ഇതെന്ന് പറയുന്നത് റൊട്ടേഷൻ മൂലമുള്ളത്, ഇതെന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് അകത്തേക്കുള്ളത്, ഇത് രണ്ടും പുറത്തേക്കുള്ള ഫോഴ്സ്. സോ വി ക്യാൻ ഇക്വേറ്റ് ഇതിന് ഞാൻ വീണ്ടും
എന്തെങ്കിലും ഒരു ഇക്വേഷൻ നമ്പർ കൊടുത്തത് ഈ ഇക്വേഷനെ ഇക്വേറ്റ് ചെയ്യണം. അതുപോലെ ഈ ഇക്വേഷൻ ഇതിനെ എ എന്നെടുക്കാം, ഇതിനെ ബി എന്നെടുക്കാം. എഫ് മൈനസ് ബി വി ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ആർ. അടുത്ത് ഏതെടുക്കണം? എഫ് പ്ലസ് ബി വി ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ആർ. ബിക്കോസ് എഫ് മൈനസ് ബി വി എന്ന് പറയുന്നത് ദ നെറ്റ് ഫോഴ്സ് ഇൻ ഇൻവേർട്ട് ഡയറക്ഷൻ, അകത്തേക്കുള്ളത്, സോറി പുറത്തേക്കുള്ളത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് അകത്തേക്കുള്ളത്. അത് രണ്ടും തുല്യമായതുകൊണ്ടാണ് ഇത് ഒരു കൃത്യം സർക്കുലർ ഓർബിറ്റിൽ കറങ്ങുന്നത്. അല്ലെങ്കിൽ ആ ഇലക്ട്രോൺ അതിനകത്ത് നിന്ന് തെറിച്ചു പോകും. അപ്പം എഫ് മൈനസ് ബി വി ഞാൻ വായിക്കുവാണേ, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു, നമുക്ക് നോക്കേണ്ട ആവശ്യം വരും. ഇപ്പൊ നമ്മൾ ആദ്യത്തെ കേസ് എടുത്തു, എഫ് മൈനസ് ബി വി, അത് നമ്മളുടെ എം ഒമേഗ സ്ക്വയർ ആറിന് ഇക്വലന്റ് ആണെന്ന് ഇരിക്കട്ടെ. ഇനി നമ്മൾ പറഞ്ഞു ഒരു ഡെൽറ്റ ഒമേഗ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞപ്പം ആംഗുലാർ വെലോസിറ്റി ഒമേഗയ്ക്ക് ഒമേഗ ഈസ് ചേഞ്ചസ് ടു ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ എന്നൊരു വ്യത്യാസം വന്നിരിക്കട്ടെ. അപ്പൊ ഇവിടെ എങ്ങനെയാവും? എഫ് മൈനസ് ബി വി ഈക്വൽ ടു എം ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഒമേഗ സ്ക്വയർ പ്ലസ് 2 ഒമേഗ ഡെൽറ്റ ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ. ഇവിടെ ഈ ടേം വെട്ടിക്കളയാം. ബിക്കോസ് ഒമേഗ വളരെ ചെറുതാണെങ്കിൽ, ഡെൽറ്റ ഒമേഗ വളരെ ചെറുതാണെങ്കിൽ, സോറി, ഡെൽറ്റ ഒമേഗ സ്ക്വയർ വളരെ 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 ചെറുതായിരിക്കും. ആ ടേം നെഗ്ലക്ട് ചെയ്യും. ഹലോ, വല്ലതും പറഞ്ഞായിരുന്നോ? ഹലോ, ഡെൽറ്റ ആണോ ചോദിച്ചത്? ഡെൽറ്റ, സ്മോൾ ഡെൽറ്റ കേട്ടോ. ഇങ്ങനെ എഴുതിയാൽ ഇങ്ങനെ ചെറിയൊരു വാല്യൂവിന് വ്യത്യാസം ഉണ്ടായെന്ന് പറയാം. സോ എം ഇൻറ്റു ഒമേഗ സ്ക്വയർ പ്ലസ് 2 ഒമേഗ ഡെൽറ്റ ഒമേഗ ഇൻറ്റു ആർ എന്നാവും. നമുക്ക് ഓരോ ടേമിനെ അകത്തേക്ക് ഗുണിച്ചാൽ എം ഒമേഗ സ്ക്വയർ ആർ, ഇവിടെ ഒരു എം ഉണ്ട്, ആർ ഉണ്ട്, പ്ലസ് 2 എം ഒമേഗ ഡെൽറ്റ ഒമേഗ ആർ. That is equal to F minus B. ശരിയല്ലേ? ഇനി ഈ എഫ് എന്ന് പറയുന്നത് നമുക്ക് എം ഒമേഗ സ്ക്വയർ ബൈ, അല്ലെ എം ഒമേഗ സ്ക്വയർ ആറിന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ചെയ്യാം. സോ ടേക്ക് ഇറ്റ് ആസ് എഫ് ഈസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ. ആൻഡ് ഇവിടെ ഒരു വി ഉണ്ട്. വിനെ ഒമേഗയുടെ ടേമിലോട്ട് വി ഈക്വൽ ടു ആർ ഒമേഗ എന്നും എഫ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ഒമേഗ എന്നും എടുക്കുക, ഈ രണ്ട് ടേമുകൾ. അപ്പൊ എങ്ങനെ പറ്റും? എം ആർ സ്ക്വയർ ഒമേഗ മൈനസ് ബി ഇ ആർ ഒമേഗ ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ആർ ഇത് എം ആർ സ്ക്വയർ ഒമേഗ അല്ലേ, എം ഒമേഗ സ്ക്വയർ ആർ ആട്ടോ, സോറി. നമ്മൾ എഴുതി വെച്ച സെൻട്രിപെറ്റൽ ഫോഴ്സ് തെളിയിച്ചു വന്നപ്പോൾ എം ഒമേഗ സ്ക്വയർ ആർ അല്ലേ? ഒന്ന് നോക്കാം, മുമ്പത്തെ എം ഒമേഗ സ്ക്വയർ ആറിലായിരുന്ന ഇക്വേഷൻ ആഷ്ന. ഓക്കെ, അപ്പൊ ഇത് എം ഒമേഗ സ്ക്വയർ ആർ പ്ലസ് 2m ഒമേഗ ഡെൽറ്റ ഒമേഗ ആർ. ഇവിടെ എന്നാ പറ്റും? ഈ ടാൻ രണ്ടും ക്യാൻസൽ ചെയ്യും. ഇനി എന്നാ പറ്റും? ഒന്നുമില്ല, രണ്ട് ടൈമേ ഉള്ളൂ. ഈ ഡെൽറ്റ ഒമേഗ എനിക്ക് കണ്ടുപിടിക്കണ്ട. അപ്പം ചേഞ്ച് ഇൻ വെലോസിറ്റി, ആംഗുലാർ ഫ്രീക്വൻസി
ചെയ്യാൻ പോകും. അപ്പോൾ ആംഗുലർ വെലോസിറ്റി ചെയ്യാം. അപ്പോൾ ഇതിനെ ഇങ്ങ് കൊണ്ടുവരാം, ഇതിനെ അങ്ങ് കൊണ്ടുപോകാം. സോ ഇതിനെ ഇങ്ങ് കൊണ്ടുവന്നാൽ -2m ഒമേഗ ഡെൽറ്റ ഒമേഗ ആർ ഈക്വൽ ടു BER ഒമേഗ. രണ്ട് വശം ഒരേ ടേമാണ്. ആറ് വെട്ടിക്കളയാം, ഒമേഗ വെട്ടിക്കളയാം. ഇതിനകത്ത് ഡെൽറ്റ ഒമേഗ മാത്രം എഴുതിയാൽ ഡെൽറ്റ ഒമേഗ ഈക്വൽ ടു മൈനസ് ഇങ്ങോട്ട് പോയി PE/2m. That is equation number 3. നോക്കിക്കോട്ടെ, കറക്റ്റ്. ഡെൽറ്റ ഒമേഗ ഈക്വൽ ടു -BE/2m. കിട്ടിയില്ലേ? ഇതിന് സിമിലർ ആയിട്ട് നമ്മൾ ഇതിപ്പം നെഗറ്റീവ് വന്ന ഏതിൻ്റെ കേസിലായിരുന്നു? പുറത്തേക്ക് പോകുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി കൺസിഡർ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷന് എന്നാ പറ്റും? F + BEV = m ഒമേഗ സ്ക്വയർ ആർ. ഇതുപോലെ തന്നെ ഒരു ഡെൽറ്റ ഒമേഗയ്ക്ക് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ F + BEV = m ഒമേഗ + ഡെൽറ്റ ഒമേഗ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ. ഇത് ചെയ്തിട്ട് ഡെൽറ്റ ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിച്ച് എല്ലാവരും ചെയ്യണം. ഇത് ചെയ്തിട്ട് ഡെൽറ്റ ഒമേഗയുടെ വാല്യൂ പെട്ടെന്ന് കണ്ടുപിടിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ m ഒമേഗ സ്ക്വയർ a സ്ക്വയർ പ്ലസ് 2 ഒമേഗ ഡെൽറ്റ ഒമേഗ പ്ലസ് ഡെൽറ്റ ഒമേഗ സ്ക്വയർ ഇൻറ്റു ആർ m ഒമേഗ സ്ക്വയർ ആർ. ഈ ടൈം വെട്ടിക്കളയാം, ബിക്കോസ് ഡെൽറ്റ ഒമേഗ വെരി സ്മോൾ ആയത്, അപ്പോൾ അത് വേണ്ട. പ്ലസ് 2m ഒമേഗ ഡെൽറ്റ ഒമേഗ ആർ. ഇവിടെ എഫിന് പകരം m ഒമേഗ സ്ക്വയർ ആർ പ്ലസ് ബിക്ക് പകരം ഇവിടെ ചെയ്ത പോലെ തന്നെ ആർ ഒമേഗ. അപ്പോൾ ഇത് വെട്ടിക്കളയാം, രണ്ട് ടേമേ ഉള്ളൂ. ഇത് കണ്ടുപിടിക്കണം, അതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. 2m ഒമേഗ ഡെൽറ്റ ഒമേഗ ആർ ഈക്വൽ ടു മൈനസ് BE. അല്ല, ഇതിനെങ്ങും ഉണ്ടായാലും മൈനസ് ആകും. അപ്പോൾ രണ്ട് വശത്തും മൈനസ് ആവും, പ്ലസ് ആയി. BER ഒമേഗ. അതിനകത്ത് ആറും ഒമേഗയും ക്യാൻസൽ ചെയ്യാം, അപ്പോൾ BE എന്നാവും. സോ ഡെൽറ്റ ഒമേഗ ഈക്വൽ ടു പ്ലസ് BE/2. കിട്ടിയോ? സോ ഡെൽറ്റ ഒമേഗ ഈസ് ഈക്വൽ ടു പ്ലസ് BE/2. കിട്ടിയോ നിങ്ങൾക്ക്? സോ വി ക്യാൻ കമ്പൈൻ ദിസ് ടു ഇക്വേഷൻ 3 and 4. ഡെൽറ്റ ഒമേഗ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് BE/2. അപ്പോൾ അപ്പുറത്തോട്ടുള്ള ലൈൻ്റെയും ഇപ്പുറത്തോട്ടുള്ള ലൈൻ്റെയും വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റിയുടെ വ്യത്യാസം ഇതാണ്. ഡെൽറ്റ ഒമേഗ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയിരിക്കും. ഡെൽറ്റ ഒമേഗ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് BE/2. ഇവിടെ ഒരെണ്ണം വായിക്കുവാണേ. അങ്ങനെയെങ്കിൽ നമുക്ക് ലാംഡ കണ്ടുപിടിക്കണം. ഇപ്പം ഒമേഗയായുള്ളൂ. ഒമേഗയിന്ന് നമുക്ക് ഒമേഗ ഈക്വൽ ടു 2πν എന്നുള്ള ഇക്വേഷൻ. അതിനകത്ത് ഡെൽറ്റ ഒമേഗ ഈക്വൽ ടു 2π ഡെൽറ്റ ന്യൂ എന്ന് എഴുതാം. അങ്ങനെ ഡെൽറ്റ ന്യൂ ഈക്വൽ ടു ഫ്രീക്വൻസിയിലോട്ട് ആയിക്കഴിഞ്ഞാൽ ഡെൽറ്റ ഒമേഗ ബൈ 2π. ഡെൽറ്റ ഒമേഗ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം that is equal to plus or minus B/2m by 2π. അപ്പോൾ താഴെ ഒരു 2π കൊണ്ടോടെ മൾട്ടിപ്ലൈ ചെയ്യണം ഡെൽറ്റ ന്യൂ ആകുമ്പോൾ. that is equal to plus or minus BE/4πm. that is equal to delta nu. കിട്ടിയോ? പ്ലസ് ഓർ മൈനസ് BE/4πm.
That is the change in frequency of the two new spectral line. അപ്പുറം ഇപ്പുറം ഉണ്ടായ രണ്ട് സ്പെക്ട്രൽ ലൈൻ തമ്മിലുള്ള വെലോസിറ്റിയുടെ വാല്യൂ, ആംഗുലാർ വെലോസിറ്റി ചേഞ്ച്, ഫ്രീക്വൻസി ചേഞ്ച്. ഇനി ഫ്രീക്വൻസിയിൽ നിന്ന് ലാംഡയിലോട്ട് പോകാം. നമുക്കറിയാം സി ഈക്വൽ ടു ന്യൂ ലാംഡ ഓർ ന്യൂ ഈക്വൽ ടു സി ബൈ ലാംഡ. ഇവിടെ എന്നാ ഒരു പ്രശ്നം എന്ന് ചോദിച്ചാല് ഡെൽറ്റ ന്യൂ എന്ന് പറയുന്നത് മൈനസ് സി ബൈ ലാംഡ സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ലാംഡ കേട്ടോ. അവിടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇവിടെ ഡിനോമിനേറ്റർ ഡെൽറ്റ ലാംഡ എന്ന് കൊടുക്കാൻ പറ്റില്ല. സോ ദ ഡെൽറ്റ ന്യൂ ഈസ് ഈക്വൽ ടു മൈനസ് സി ഇൻറ്റു ഡെൽറ്റ ലാംഡ ഡിവൈഡഡ് ബൈ ലാംഡ സ്ക്വയർ. ഇതിനകത്ത് ഡെൽറ്റ ലാംഡ എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ ലാംഡ ഈക്വൽ ടു ലാംഡ സ്ക്വയർ മുകളിലോട്ട് പോവും, ഡെൽറ്റ ന്യൂ ബൈ സി എന്നാവും. ഇത് പോസിറ്റീവ് നെഗറ്റീവ്, ഇത് വേണം നിങ്ങൾ പോസിറ്റീവ് കിട്ടും, പിന്നെ സംശയം വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഡെൽറ്റ ന്യൂവിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ലാംഡ സ്ക്വയർ ബൈ സി ഉണ്ട് അവിടെ ഇൻറ്റു ബി ബൈ 4πm. ദാറ്റ്സ് ഈക്വൽ ടു ബി ഇ ലാംഡ സ്ക്വയർ ഡിവൈഡ് ബൈ 4πmc. This is the Zeeman shift or delta lambda. ഇത്രയാണ് ചോദിക്കുന്നത്. അതിൻ്റെ ചേഞ്ച് ഇൻ സീമൻ ഷിഫ്റ്റ്, ചേഞ്ച് ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കുക. ദിസ് വൺ ആംഗുലാർ വെലോസിറ്റിയുടെ വേരിയേഷനിൽ നിന്ന് ഫ്രീക്വൻസി എത്തുക, ഫ്രീക്വൻസിയിൽ നിന്ന് വേവ് ലെങ്തിൽ എത്തുക.